الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبعه بإحسان إلى يوم الدين أما بعد. മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വു സുഫൂഫക്കും ഫഇന്ന തസ്വിയത സഫ് മിൻ തമാമി സ്വലാഹ്. നിങ്ങൾ നിങ്ങളുടെ സഫുകൾ ശരിയാക്കുക. തീർച്ചയായും സഫുകൾ ശരിയാക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ, അതുപോലെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ തങ്ങളുടെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും അതുപോലെ ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാകുന്നു എന്നുള്ളത് അവിടെ ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത്. അതുപോലെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരം അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക്, അതിൻ്റെ ഏറ്റവും ഉച്ചയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് നമ്മിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. അതുപോലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ, എന്നിട്ടും പലരും അതിൽ വീഴ്ച വരുത്തുന്ന ഒരു വലിയ വിഷയം കൂടിയാണ് സഫ് ശരിയാക്കുക, അഥവാ സഫിൻ്റെ ഇടയിൽ വിടവില്ലാതെ പരസ്പരം അടുപ്പിച്ച് നിൽക്കുക എന്നുള്ളത്. അതായത് ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾക്കിടയിൽ കാലുകൾക്കിടയിൽ വിടവില്ലാതെ കാലുകൾ ചേർത്തുകൊണ്ടും അതുപോലെ തോളുകൾ ചേർത്തുകൊണ്ടും നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും, ലഖദ് റഅയ്തു അഹദന യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബി. തീർച്ചയായും ഞങ്ങളിൽ ഓരോരുത്തരും തൻ്റെ തോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ തോളുമായും വഖദമഹു ബിഖദമി, കാൽപാദം അടുത്തുള്ള ആളുടെ കാൽപാദമായും ചേർത്ത് വെക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഫലോ ദഹബ്തു അഫ്അലു ഹാദൽ യൗം, എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങളിൽ പലരും വിരളിയെടുത്ത കഴുതയെ പോലെ അതിൽ നിന്നും ഓടിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഈ ജനങ്ങൾക്കിടയിൽ തന്നെ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ബോധമെല്ലാം കുറഞ്ഞു വരുന്നു എന്നുള്ളത് സഹാബത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഇമാം മഅ്മൂമിനെ അത് ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യം കൂടിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, നിങ്ങൾ സഫുകൾ ശരിയാവണ്ണം നിൽക്കുക എന്ന് 3 തവണ പറയാറുണ്ടായിരുന്നു. അള്ളാഹുവാണേ സത്യം, നിങ്ങൾ നിങ്ങളുടെ സഫുകളിൽ ശരിയാവണ്ണം നിലകൊള്ളണം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയേക്കാം എന്നുള്ളത്. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം സഫുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മലക്കുകൾ അവരുടെ രക്ഷിതാവിൻ്റെ അരികിൽ അണിനിരക്കുന്നത് പോലെ അണിനിരക്കുന്നില്ലേ? ഫഖുൽന യാ റസൂലല്ലാഹ് വകൈഫ തസിഫുൽ മലായിക ഇൻദ റബ്ബിഹ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ, എങ്ങനെയാണ് മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്ത് അണിനിരക്കുന്നത് എന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുതിമ്മൂന സുഫൂഫ അൽ അവ്വല ഫൽ അവ്വല, അവർ സൊഫ് ആദ്യം പൂർത്തീകരിച്ച് നിൽക്കും. വയതറാസൂന ഫി സുഫൂഫ്, പിന്നീട് സഫുകൾക്കിടയിൽ വിടവില്ലാതെ അടുത്ത് നിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. മൂന്നാമതായി, ഇനി സൊഫ് തുടങ്ങേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ക്രമീകരണം അതെങ്ങനെയാണെന്നുള്ളതാണ്. ആദ്യമായി ഇമാം മധ്യഭാഗത്ത് വരുന്ന രീതിയിലാണ് സൊഫുകൾ കെട്ടി നിൽക്കേണ്ടത്. എന്നിട്ട് വലതുവശത്തും പിന്നീട് ഇടതുവശത്തുമായി നിൽക്കേണ്ടതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നാലാമതായി കൊണ്ട് രണ്ടാളുകൾ, ഒരു ഇമാമും ഒരു മഅ്മൂമും, രണ്ടാളുകൾ പരസ്പരം രണ്ടാളുകൾ കൂടെ നമസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം നിൽക്കേണ്ടതെന്നുള്ളതിൽ ഇമാമും മഅ്മൂമും ഒരേ സൊഫിൽ തന്നെ മഅ്മൂം വലതുവശത്തായി കൊണ്ട് നിൽക്കേണ്ടതാണ്. അതുപോലെ സൊഫിൻ്റെ അവസാനത്ത് സൊഫിൻ്റെ ഓരോ രണ്ടറ്റത്തും വിടവുണ്ടെങ്കിൽ അത് ഒന്നൊക്കെ അതിൻ്റെ അടുത്തുള്ള ആളുകൾ നികത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അതിൽ പ്രവേശിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അതവിടെ തന്നെ അങ്ങനെ കിടക്കട്ടെ എന്നുള്ളതാണ്. കാരണം ഏറ്റവും അഫ്ദൽ സൊഫുകൾ പൂർണ്ണമായി നിൽക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള നമസ്കാരത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി നമ്മളിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള ഓരോ ചെറിയ ചെറിയ എന്നാൽ വലിയ പ്രാധാന്യമുള്ള, അതിലുപരി ജനങ്ങൾക്കിടയിൽ അതിൻ്റെ അറിവ് കുറഞ്ഞു പോകുന്നതായ ഈ ഓരോ കർമ്മങ്ങൾ അത് ഞാൻ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു സയ്യിദനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.